നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹരി പറഞ്ഞ കണ്ടീഷനൊന്നും ഞാൻ ആതിരയോട് പറഞ്ഞില്ലെന്ന് അവനോട് തുറന്നു പറയാൻ പോവാ. ധൃതി പിടിച്ച് ഇങ്ങനെയുള്ള ചില മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നത് മഹാ അബദ്ധമാകും ശേഖര. ഹരിയും ആതിരയും തമ്മിലുള്ള കല്യാണം നടക്കാൻ വേണ്ടി ഒരു നുണ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാലും അമ്മേ, നിക്ക് കല്യാണം കഴിഞ്ഞ ശേഷം അവരിതൊക്കെ അറിഞ്ഞുവെന്ന് കരുതി ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. കുട്ടികൾ ചിലപ്പോ ആവേശത്തിൽ പല തെറ്റായ തീരുമാനങ്ങളും എടുക്കും. അത് തിരുത്താൻ പറയാൻ ഏതെങ്കിലും സാഹചര്യങ്ങൾ കാരണം നമുക്കും ധൈര്യം കിട്ടിയെന്ന് വരില്ല. അത്തരം പൊട്ട തീരുമാനങ്ങളെ കാലം കൈകാര്യം ചെയ്തോളൂ. അത് മനസ്സിലാക്ക്. അമ്മ ഇപ്പൊ പറയുന്നത് ഭാവിയെ കുറിച്ച് തെല്ലും ഓർക്കാതെയാ. അവരുടെ കല്യാണം കഴിഞ്ഞാൽ മാത്രം മതിയോ? സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി അവര് ജീവിക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്കറിയുന്നിടത്തോളം ആതിരെ നിനക്ക് അറിഞ്ഞൂടാ ശേഖര. കയറി ചെല്ലുന്ന കുടുംബത്തിന്റെ ഐശ്വര്യ ദേവതയാകാൻ കഴിവുള്ള ദിവ്യ ചൈതന്യമുള്ളൊരു കുട്ടിയാ ആതിര. അവൾ ഇങ്ങോട്ട് കയറി വരേണ്ട താമസം നമ്മുടെ ഹരി പുതിയൊരാളാകും. അവന്റെ കണ്ടീഷനുകളൊക്കെ അപ്പം മറക്കും, മാറ്റി പറയും. നീ കാത്തിരുന്ന് കാണ്. അതിനിടയില് അവനോട് പോയി വല്ല അബദ്ധവും വിളമ്പരുത്. അമ്മ പറഞ്ഞത് മുഴുവൻ കേട്ടിട്ട് എന്റെ ആശയക്കുഴപ്പം കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ആ ദേ ഹരി വരുന്നുണ്ട്. ധൃതി വെച്ച് ഒന്നും ചെന്ന് അങ്ങോട്ട് എഴുന്നള്ളിക്കണ്ടെന്ന് ഞാൻ വീണ്ടും പറയുക. കേൾക്കുന്നുണ്ടോ നീ ഞാൻ പറയുന്നത്? കേട്ടു. പക്ഷെ എന്റെ തീരുമാനം സത്യം പറയണം തന്നെയാ. ഇങ്ങനെ വാശി പിടിക്കല്ലേ എന്റെ ശേഖര. ഇത് വാശിയൊന്നുമല്ലമ്മേ, ഭാവിയിൽ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള മാർഗമാണ്. പ്രശ്നം ഭാവിയിലല്ല ഉണ്ടാകാൻ പോകുന്നത്, ഇപ്പോഴാ. നീ ഇക്കാര്യം ഹരിയോട് പറയുന്ന ആ നിമിഷം നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. എല്ലാം നന്നായി നടക്കുമെന്ന് ഞാനല്ലേ പറയുന്നത്.